ടോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിട്ടാണ്. അത് ഏതാണെന്നല്ലേ? കല്യാണ സദ്യ ആയാലും ഓണസദ്യ ആയാലും നമ്മുടെ വീട്ടിലായാലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് നമ്മുടെ സാമ്പാർ. സാമ്പാർ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന വിഭവമാണ്. കേരളത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ സാമ്പാറിൻ്റെ കറിക്കൂട്ട് വ്യത്യസ്തമാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് പൊതുവെ തെക്കൻ കേരളത്തിൽ തയ്യാറാക്കുന്ന രീതിയിലാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ സാമ്പാർ വളരെ വ്യത്യസ്തമാണ്. നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കണം. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 1.5 കപ്പ് സാമ്പാർ പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിക്കാൻ വെക്കണം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കണം. ഈ സാമ്പാറിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. വെള്ളരിക്ക, ക്യാരറ്റ്, കത്തിരിക്ക, പടവലങ്ങ, കോവയ്ക്ക, പീയണിക്ക, പച്ചമുളക്, ഒരു തക്കാളി, ചെറിയ ഉള്ളി, വെണ്ടയ്ക്ക, അമരയ്ക്ക, ചേമ്പ് കിഴങ്ങ്, വെളുത്തുള്ളി, കായം, പുളി. പരിപ്പ് വെന്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കട്ട് ചെയ്ത പച്ചക്കറികളെല്ലാം നമുക്കതിലേക്ക് ചേർക്കാം. ഇനി ചേർക്കുന്നത് പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ്. ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ വേവിക്കാനായി വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ വെണ്ടയ്ക്ക സെപ്പറേറ്റ് വേവിച്ചാണ് ഇതിലോട്ട് ചേർക്കുന്നത്. കാരണം വെണ്ടയ്ക്ക ഉടഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ സെപ്പറേറ്റ് ചേർക്കുന്നത്. ഒരു വിസിൽ കേട്ടതിന് ശേഷം കുക്കറിൽ നിന്ന് നമുക്കിത് എടുക്കാം. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം. വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, വെണ്ടയ്ക്ക ചേർക്കണം. ഇനി ഉലുവാപ്പൊടി ചേർക്കണം. അതോടൊപ്പം തന്നെ പുളിവെള്ളം ചേർക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. മല്ലിയില ചേർത്തു. നമുക്കിനി ഇതിനെ കടുക് താളിച്ചെടുക്കാം. എണ്ണയൊഴിച്ച് കടുകിട്ട് ചെറിയ ഉള്ളിയും ഇട്ടതിന് ശേഷം 2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. ഇതിനോടൊപ്പം തന്നെ ഞാൻ 2 കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഓരോ സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കരിയാതെ നോക്കണം. ഇതിലോട്ട് ചേർക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മളിങ്ങനെ കടുക് താളിച്ച് ഈ മല്ലിപ്പൊടി മുളക് പൊടി ഇങ്ങനെ ചേർക്കുന്നത് സാമ്പാറിന് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഈ സാമ്പാർ ഇഷ്ടപ്പെടും. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഈ സാമ്പാർ നമുക്ക് ചോറിനോടൊപ്പം ഉപയോഗിക്കാം. മാത്രമല്ല ദോശയോ ഇഡ്ഡലിയോ ഇതിൻ്റെയൊക്കെ ഒരു നല്ല കോമ്പിനേഷനാണ് ഇന്നത്തെ ഈ സാമ്പാർ. ഈ സാമ്പാർ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂടാതെ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇനിയും ഞങ്ങൾ പുതിയ വീഡിയോയുമായി ഇനിയും വരും. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.